അപ്പോൾ ഈ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ വെറും ഒരു MLA ആയിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ ഇരിക്കുമ്പോഴാണ് ഭരണത്തിലിരുന്നാൽ എന്തായിരിക്കുമായിരുന്നു ആരോപണം എന്നുള്ള മറ്റൊരു ചോദ്യം കൂടെ അവിടെ വരുന്നുണ്ട്. ഭരണത്തിലില്ലാത്തപ്പോൾ തന്നെ ഈ അധികാരം ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് പുറത്തേക്ക് ശബ്ദരേഖ പുറത്തേക്ക് വന്നു, അതിലപ്പുറം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടെങ്കിൽ അതിനും സർക്കാരാണ് ഉത്തരവാദി. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള വേട്ട തുടരുമ്പോൾ അവർക്ക് പരാതിപ്പെടാൻ ധൈര്യമില്ലാത്ത സാഹചര്യം ഈ സമൂഹത്തിലുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഭരണത്തിലിരിക്കുന്നവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അവിടെയുണ്ട്. രാഹുൽ വരരുത് എന്ന് തന്നെയാണ് അഭിപ്രായം. രാഹുൽ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിനെ നേർക്ക് ആ ചോദ്യം അവിടെയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും MLA ആയി തുടരുന്നു. എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു പുതിയ മാതൃക കാണിക്കാമായിരുന്നല്ലോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു മാതൃക അവർ കാണിച്ചില്ല? ഞങ്ങൾക്ക് ഈ MLA വേണ്ട, അവിടെ ആര് വേണമെങ്കിലും വരട്ടെ, തെരഞ്ഞെടുപ്പ് നേരിട്ടെ, ഒരു മണ്ഡലം പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തീരുമാനിച്ചുകൂടായിരുന്നോ? ഒരു വലിയ മാതൃക കാണിച്ചുകൂടായിരുന്നു, ഒരു സന്ദേശം നൽകിക്കൂടായിരുന്നു? അത് ചെയ്യാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് പറ്റാത്തത്?